ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ജീവിതത്തെ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. കാരണം കേട്ടോ, പ്രവചനത്തിന് അതീതമാണ് ജീവിതം. അതുപോലെ തന്നെ മരക്കൊമ്പിൽ ഇരിക്കുന്നൊരു പക്ഷി ഒരിക്കൽ പോലും താൻ ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചില്ല അടർന്നു പോകുമോ എന്നോർത്ത് ഭയപ്പെടാറുണ്ടോ? ഏതെങ്കിലും ഒരു കിളി വൃക്ഷത്തിന് മുകളിൽ കയറി അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ കയറി ഇരിക്കുകയാണ്, ആ വൃക്ഷത്തിൻ്റെ ചില്ല അടർന്നു പോകുമോ എന്നോർത്ത് ഒരു കിളിയും സങ്കടപ്പെടാറില്ല, അല്ലെങ്കിൽ ഒരു കിളിയും ഭയപ്പെടാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ്? കിളിയുടെ വിശ്വാസം തൻ്റെ ചിറകുകളിലാണ്. അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ വിശ്വസിക്കുക, നമ്മളുടെ നല്ല കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ജീവിതത്തിൽ വളരുവാനായിട്ട് ശ്രമിക്കുക. നല്ല വിശ്വാസങ്ങളും നല്ല ചിന്താഗതികളും നമ്മൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. നല്ല വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക, നമ്മളിൽ നല്ല ചിന്താഗതികൾ നമ്മൾ വളർത്തിയെടുക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും നല്ല ചിന്താഗതികളായിരിക്കണം. നമുക്കും സമൂഹത്തിനും നന്മയുണ്ടാകുന്ന ചിന്താഗതികളായിരിക്കണം നമ്മളുടെ കേട്ടോ. നമ്മൾ സ്വയം കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കും അതുപോലെ സമൂഹത്തിനും ഒക്കെ എന്തായിരിക്കണം? നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് നന്മയുണ്ടാകണം. നല്ല ചിന്താഗതികൾ നമുക്ക് എന്ത് കൊണ്ടുവരുന്നതാണ്? നമുക്ക് ഒരുപാട് നന്മകൾ നേടിത്തരുമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് തെറ്റായ ചിന്താഗതികൾ കേട്ടോ. നമ്മളൊരിക്കലും നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടാൻ പാടില്ല. നെഗറ്റീവായിട്ടങ്ങ് ചിന്തിച്ചു കൂട്ടിക്കാൻ കുഴപ്പമെന്തുവാ? ജീവിതത്തെ എന്ത് ചെയ്യും? ജീവിതം അധപ്പതിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ നല്ല വിശ്വാസങ്ങൾ നമ്മൾ ഉറപ്പിടിക്കുക, ജീവിതത്തിൽ നല്ല ചിന്താഗതികൾ വളർത്തിയെടുക്കുക, നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക, നന്മ പ്രവർത്തിക്കുക. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ഒരാൾക്ക് ചെറിയ സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് അയാൾ നമുക്ക് ആ സഹായം തിരിച്ചു നൽകിയില്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന സഹായത്തിൻ്റെ 10 മടങ്ങ് മറ്റൊരാളിൽ നിന്നും നന്മകളായി അല്ലെങ്കിൽ സഹായങ്ങളായി നമുക്ക് ലഭിക്കുമെന്നാണ്. അത് അങ്ങനെ ഒരു പ്രപഞ്ച സത്യമാണ്. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ നല്ല ചിന്താഗതികൾക്ക് സ്ഥാനം നൽകുക.